ഇന്ന് മെയ് 11 ഇന്ന് മാതൃദിനമാണ്. ലോകമെമ്പാടും ഇന്ന് മദേഴ്സ് ഡേ ആഘോഷിക്കുകയായിരിക്കും അല്ലേ? ശരിക്കും വർഷത്തിൽ ഒരിക്കലും മാത്രം ആഘോഷിക്കുന്ന ഒന്നാണോ ഈ മാതൃദിനം എന്ന് പറയുന്നത്? അല്ല. നമ്മുടെ കുഞ്ഞുനാൾ മുതലേ നമ്മളെ കരുതലോടെ നോക്കി വളർത്തിയ ഒരാളാണ് നമ്മുടെ അമ്മ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാൻ നമ്മളൊരു ഓട്ടമുണ്ട്. എത്ര തിരക്കാണെങ്കിലും നമ്മുടെ പുറകെ വന്ന് നമ്മളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് നമ്മുടെ അമ്മമാരായിരിക്കും. ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വലുതായി ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ നമുക്ക് ഭക്ഷണം കഴിപ്പിക്കാനോ നമ്മൾ നിർബന്ധിക്കാനോ ഒന്നും ആരുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പോയി കഴിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ അമ്മമാരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ ചെല്ലുന്ന സമയത്തും നമ്മുടെ കൂടെ വന്ന് നമ്മളെ നിർബന്ധിക്കാനോ നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനോ പോലും ആരും ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അമ്മമാരെയാണ്. കാരണം നമ്മളൊരു സാധനം കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടാവും. അത് നമ്മൾ നോക്കും, ചിലപ്പോൾ അത് കണ്ടെന്ന് വരില്ല, പക്ഷെ അത് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഉടനെ വിളിക്കുന്നത് ആരെയാണ്? അമ്മയാണ്. അമ്മ അത് കണ്ടോ, എൻ്റെ ഡ്രസ്സ് എന്തേ, എൻ്റെ പേന എന്തേ, ഇതൊക്കെ എന്തേന്ന് ചോദിക്കാൻ നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ അമ്മമാരെയാണ്. നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മുടെ അമ്മമാരായിരിക്കും. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് താമസിച്ചാലോ ഉടനെ നമ്മളെ വിളിക്കും, നീ എവിടെ എത്തി, നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ അത്രയും കരുതലോടെ നമ്മൾ എത്ര വലുതായാലും നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മുടെ അമ്മമാർ മാത്രമായിരിക്കും. ശരിക്കും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് ഒരുപാട് ശരിയാണ്. നമ്മുടെ കൂടെ അവരുള്ളപ്പോൾ നമുക്ക് അവരുടെ വില അറിയില്ല. പക്ഷെ അവരില്ലാത്തതിനെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പുറത്തു പോയിട്ട് എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മ അവിടെ ഇല്ല, നമ്മൾ തിരക്കാനൊരാളില്ല, ആ ഒരു അവസ്ഥ അനുഭവിച്ച ആൾക്കാർക്ക് അത് അറിയുള്ളൂ. ഞാനൊരു ദിവസം എൻ്റെ അമ്മ കാലിൻ്റെ ഓപ്പറേഷന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഭക്ഷണം എടുക്കുക, ഹോസ്പിറ്റലിലേക്ക് പോവുക. നമ്മൾ കുറച്ച് സമയം മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പനുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും അമ്മ അവിടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു വീർപ്പുമുട്ടൽ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. കാരണം നമ്മളെപ്പോൾ ചെന്നാലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഫുഡിൻ്റെ കാര്യം എല്ലാത്തിനും ഇങ്ങനെ പുറകെ നടക്കും. ഇപ്പോഴും സ്റ്റിൽ അമ്മ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഫുഡ് എടുത്തരാനും ഫുഡ് കഴിപ്പിക്കാനൊക്കെ ഇങ്ങനെ പുറകെ നടക്കും. ഒരു വെള്ളം വേണമെങ്കിൽ പോലും ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും. ആ അമ്മ അപ്പം തന്നെ കൊണ്ടുതരും. പക്ഷെ ആ ഒരു സമയത്ത് അമ്മ അവിടെ ഇല്ല. അടുക്കളയിൽ ചെന്നപ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്, റൂമിൽ ചെന്നപ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ പറയുക, ആ അമ്മ അവിടെ ഇല്ല എന്നുള്ള ആ ഒരു അമ്മയുടെ ഒരു ആബ്സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലായി. അത്ര ശ്വാസം മുട്ടുള്ളത് എങ്ങനെയാണത് പറയേണ്ടതെന്ന് അറിയില്ല, അത്ര ബുദ്ധിമുട്ട്. കാരണം എൻ്റെ സന്തോഷത്തിലാണെങ്കിലും എൻ്റെ വിഷമത്തിലാണെങ്കിലും എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കൂടെ നിന്നേക്കുന്നത് എൻ്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും. നമ്മളെല്ലാവരും നമ്മുടെ അമ്മമാരായിട്ട് ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ എത്രയൊക്കെ ഇതാണെന്ന് കാണിച്ചാലും ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അവർ നമ്മൾ വിട്ടു പോകുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ല എന്നറിയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അത് ചിന്തിക്കാനേ പറ്റില്ല. കാരണം ആ ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് ശ്വാസം മുട്ടി വീർപ്പ് മുട്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് പോകും. എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയാൽ മതി ആ ഒരു രീതിയിൽ. കാരണം അമ്മ എപ്പോഴും അവിടെ അടുക്കളയിൽ ഉണ്ടായിട്ട് പെട്ടെന്ന് അവിടെ ഇല്ല. അപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ അമ്മ നമ്മുടെ കൂടെ ഇല്ല എന്ന് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റില്ല. അമ്മ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ് അമ്മയിൽ. അതുപോലെ തന്നെ എല്ലാവരും അമ്മമാരിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വർഷത്തിലൊരിക്കലും മാത്രം ആ ഒരു ഇത് കാണിക്കാണ്ട് നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട. അവരിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് അതൊന്ന് കഴിച്ചിട്ട് നല്ലതാണ്, ആ ഒരു അപ്രിസിയേഷൻ മാത്രം മതി അവർക്ക്. അവരത് ലോകം പിടിച്ചെടുക്കിയ ആ ഒരു സന്തോഷമായിരിക്കും അവർക്ക്. നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും അവരുടെ ആ ഒരു ചിരി, ആ ഒരു സന്തോഷം. കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കുക, വിശേഷം പറയുക, അവരൊന്ന് ഹഗ് ചെയ്യുക, ഒരു ഉമ്മ കൊടുക്കുക, ഇത്രയൊക്കെ മതി അവർക്കത്. എന്താ പറയുക, നമ്മൾ എന്തൊക്കെ വാല്യൂ ഉള്ള ഗിഫ്റ്റ് മേടിച്ച് കൊടുത്താലും നമ്മൾ ഈ ചെയ്യുന്ന കുഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് കിട്ടുന്ന സന്തോഷത്തിന് അത്രയും വേറെ ഒന്നും വരില്ല. അത് ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ആണെങ്കിലും നമ്മുടെ അമ്മമാരുടെ അടുത്ത് പോയി ഒന്ന് ഹഗ് ചെയ്യുക, സംസാരിക്കുക, അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എവിടെയെങ്കിലും പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്ന സമയത്ത് ഇന്ന് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ സാരി കൊള്ളാലോ, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ നേരുന്നു.